എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ ഡൈ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഹെയർ ഡൈ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഏത് ഹെയർ ഡൈ ചെയ്യുന്നതിന് മുൻപും നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ചെയ്യുന്നതിന് മുൻപും നമ്മുടെ മൈലാഞ്ചിയുടെ ഇല അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ പൊടി നമ്മൾ കട്ടൻ ചായയിൽ അരച്ചോ കലക്കിയോ തലയിൽ തേച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള ഡൈ ഒക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തത് ഇവിടെ ഒരു പാത്രമാണ് കേട്ടോ. പാത്രത്തിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശ കണക്കാണ് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇത് കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാവും നമ്മൾ നോർമലി ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളത്. ആ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത് നമ്മൾ കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം ഇല്ലാത്തവർക്ക് ഉലുവ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കറിയാം കരിഞ്ജീരകം നമ്മുടെ നരച്ച മുടി കറുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നല്ല പോലെ തന്നെ ഉള്ളു വെക്കാനും പുതിയ മുടി ഉണ്ടാവാനും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കരിഞ്ജീരകം വളരെ നല്ലതാണ്. അപ്പോൾ ഞാനൊരു 1.5 സ്പൂണോളം കരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ബോട്ടിലിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ഉലുവയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരു സ്പൂണ് കരിഞ്ജീരകം ഇടുന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂണ് അളവിൽ ഉലുവ ഇടുക. ഉലുവ തണുപ്പായതുകൊണ്ടാണ് നമ്മൾ അത്രയും പറയുന്നത്. തണുപ്പ് പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സെയിം ആയിട്ട് തന്നെ എടുക്കാം. രണ്ടും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഇത് നല്ലോണം തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. നല്ലൊരു തുരുമ്പൽ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ഈ തുരുമ്പൽ നമ്മുടെ തലയിൽ എത്താനും അതുപോലെ തന്നെ തുരുമ്പിലില്ല ഫെറിക് ഓക്സൈഡ് നമ്മുടെ തലയിൽ എത്താനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഹെയർ ഡൈക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടാനും ഇത് ഗുണകരമാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരമുള്ളവർക്ക് അതുപോലെ തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ വ്യത്യാസമായിരിക്കും എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പം ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 സ്പൂണ് നെല്ലിക്കാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേ സ്പൂണിന് നമുക്ക് അതേ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്വാളിറ്റി കുറഞ്ഞതൊന്നും എടുക്കരുത്. ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ കൂടെ നെല്ലിക്കയുടെ കൂടെ അരച്ച് ചേർത്താൽ മതിയാകും. ഇത് രണ്ടും നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നരച്ച മുടി കറുപ്പാക്കാൻ വേണ്ടിയിട്ടും വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇനി ഇതിലുള്ള കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നല്ല പോലെ തന്നെ രണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ടൻ ചായ, ഉലുവ, കരിഞ്ജീരകം തിളപ്പിച്ചത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മൾ 2 തരത്തിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ നെല്ലിക്കാപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ടൻ ചായ, കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച കട്ടൻ ചായ ഒഴിച്ച് മിക്സ് ചെയ്ത് സെറ്റാക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നെല്ലിക്കാപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയിലേക്ക് നമ്മുടെ ഈ കട്ടൻ ചായ ഉണ്ടാക്കിയത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഗ്യാസിലൊരു ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു 2 മിനിറ്റൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു ഡൈയുടെ പരുവത്തിലേക്ക് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഹെയർ ഡൈയുടെ രൂപത്തിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഡൈ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ല. കാരണം നമ്മളിത് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഇതൊരു 3 തവണയെങ്കിലും തേച്ച് കൊടുക്കുക. ക്രമേണ നമുക്ക് ഒറ്റ തവണ തേച്ചാൽ തന്നെ നമ്മുടെ മുടി നല്ല പോലെ കറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ഹെയർ ഡൈ തേക്കുന്നതിന് മുൻപും നമ്മൾ തലയിൽ നമ്മുടെ മൈലാഞ്ചി ഇടുന്നതാവും. മൈലാഞ്ചി ഇട്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത്.
അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല ഒരുപാട് ഹെയർ ഡൈ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു പരുവാണ്. ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയിൽ വരും കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ചൂടാറി കഴിഞ്ഞപ്പോൾ ഈ ഒരു കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് സൂക്ഷിക്കാം. ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഒരു ദിവസം രാത്രി മുഴുവനായിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തലയിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് തലയിൽ തേക്കാം. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ആ ഒരു ഇരുമ്പിൻ്റെ സത്തും അതുപോലെ തന്നെ ഈ ഒരു മിശ്രിതം കൂടുതലൊരു എഫക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു രാത്രി മുഴുവനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്കിതാ അതിൻ്റെ ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നുകൂടി കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തേക്കുന്ന സമയത്ത് ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ കുറച്ച് കട്ടൻ ചായ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, നല്ല കറുപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ തലയിൽ മുഴുവനായിട്ട് തേച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ വെച്ച് കഴുകിയാൽ തന്നെ നമ്മുടെ അഴുക്കും അതുപോലെ തന്നെ ഈ ഒരു ഡൈയൊക്കെ നമുക്ക് തലയിൽ നിന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് ഉള്ള ഒരു ഹെയർ ഡൈ ആണ്. അതുപോലെ തന്നെ സിമ്പിളാണ്. പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലും യാതൊരു വിധ കുഴപ്പമില്ല. കൈ വെച്ചിട്ട് തന്നെ തേക്കും ചെയ്യാം. പക്ഷേ നമുക്കിതിൻ്റെ ഈ ഒരു നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കളർ പിടിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്ലൗസൊക്കെ വെച്ചിട്ട് ഇട്ടതിന് ശേഷം തേക്കുന്നതാവും വളരെ നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.